ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ മറ്റു ചാനലുകാരോടും പറഞ്ഞതാ. പക്ഷെ അവരൊന്നും ഇത് പുറത്തേക്ക് വ്യക്തമായി വിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യാനാ? നമസ്കാരം. കോടഞ്ചേരിയിലെ ക്രിസ്ത്യൻ യുവതി ജോയ്സിനെയും മുസ്ലിം യുവാവ് ഷിജിനും ഉൾപ്പെട്ട വിവാദമായ സംഭവം. പ്രസ്തുത സംഭവത്തിൽ ഒരു പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി വശീകരിച്ച വേട്ടക്കാരെ മഹത്വവൽക്കരിക്കുന്ന പ്രവണതയാണ് മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ വേദന, ഒരു അമ്മയുടെ വേദന, ഒരു കുടുംബത്തിൻ്റെ വേദന പലരും കാണാതെ പോകുന്നു. ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്? എവിടെയാണ് ചതി നടന്നത്? ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവുമായി ഷെക്കേന ന്യൂസ് ഇന്ന് എത്തിയിരിക്കുന്നത് ജോയ്സിനയുടെ ഭവനത്തിൽ തന്നെയാണ്. ജോയ്സിനയുടെ പിതാവും അമ്മയും ബന്ധുക്കളും അയൽക്കാരുമൊക്കെ അന്ന് നടന്ന യഥാർത്ഥ ആ ഒരു സംഭവം, അതിന് പിന്നിലെ ഒരു ചതി എന്താണെന്ന് കൃത്യമായി നമ്മോട് വിശദീകരിക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞാൻ അപ്പനും അമ്മയും മക്കളും ചെല്ലുമ്പോൾ അവൾ തൊട്ടടുത്ത്, ഇവളെന്തെങ്കിലും സംസാരിക്കുമെന്ന് അറിയാൻ തൊട്ടടുത്ത് ഞാൻ പോയി നിന്നു. ഞങ്ങൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണ് ഇവർ രണ്ടുപേരും ഇരുന്നത്. അപ്പോൾ എന്നിട്ട് അവനെ അവിടെ ഏൽപ്പിച്ച് ഇപ്പുറത്തേക്ക് മാറി രണ്ടുപേരും കൂടെ നിൽക്കുക ചെയ്ത്. അവനെന്തോ പറയുക അവളോട്, ഏറ്റവും അവിടെ മാറി അപ്പുറത്തേക്ക് പോയി നിൽക്കുക ചെയ്ത്. ഞങ്ങളവിടെ ഇവളുടെ അടുത്ത് പോയി നിന്നെന്ന് പറയപ്പോഴത്തേനുണ്ടല്ലോ, ഈ വ്യക്തി ഉണ്ടല്ലോ, ഇവളെ കൊണ്ടുപോയി ഈ വ്യക്തി ഇവളെ അവിടുന്ന് എണീപ്പിച്ചു. ഞങ്ങളെ കണ്ടവതെ അവിടുന്ന് എണീക്കാൻ അവന് കൈകൊണ്ട് കാണിച്ച് അങ്ങി കാണിച്ച് അവളെ എണീപ്പിച്ച് അവളെ മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടിരുത്തിച്ചു. ഞാൻ തൊട്ടടുത്ത് അവിടെ നിന്നപ്പം ഇത് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ എന്തിനാ അവസാനം വരെ ഞാൻ എന്തിനാ പോയത്? ഞാൻ എറണാകുളത്ത് ഹൈക്കോടതി വരെ പോയി ഇവക്ക് വേണ്ടി പോയില്ല. കാരണം ഇവക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ ഇവൾ തിരിച്ചു വരണം എന്ന് വിചാരിച്ചിട്ട് എന്നെ കാണുമ്പോഴെങ്കിലും ഇവക്ക് തെറ്റ് പറ്റിയത് എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആ കൊച്ചിൻ്റെ, ഞാനും എൻ്റെ ഭാര്യ മക്കളും എൻ്റെ ബാക്കിയുള്ള മക്കളും പോകുന്നത്. അപ്പം അന്നേരം അവൾ വന്നില്ല. അന്നേരം അവരുടെ സൈഡിൽ തന്നെയായിരുന്നു ഇവള്. അതായത് അവരുടെ സംരക്ഷണത്തിലാണ് ഇവർ. കാരണം ഇവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്ന ഒന്നുമില്ല. കാരണം ഇവളുടെ അടുത്ത് എപ്പോഴും അവരുണ്ടാവും, നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. വക്കീലിനോട് പറഞ്ഞു, വക്കീൽമാരുണ്ട് അവിടുത്തെ വക്കീൽമാർ, ഞങ്ങളുടെ വക്കീലിനോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് ചതിയാണ്, നിങ്ങളിങ്ങനെ ചെയ്യരുത്. കാരണം ഒരു 10-26 വർഷക്കാലം നമ്മൾ പോറ്റി വളർത്തിയ കൊച്ച് ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ ആ കൊച്ചിന് എന്ത് പറ്റിയെന്ന് ചോദിക്കാനുള്ള ആ ഒരു അവകാശം അപ്പനുണ്ടാവണം ഞാൻ പറഞ്ഞു. ജഡ്ജിയുടെ മുമ്പിൽ പോയി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പോയി, എനിക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം മോളിൽ ഇരിക്കുന്നു, ഞാൻ താഴെ നിന്നുകൊണ്ട് സാറേ ഒരു 5 മിനിറ്റ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നില്ല. എന്നോട് പറഞ്ഞു ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തതിൻ്റെ, ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു അപേക്ഷവും എന്നെ അദ്ദേഹം കാണിച്ചു തന്നു. ഇത് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു, നമ്മൾ തിരിച്ചിറങ്ങിപ്പോന്നു. ഇത് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ നിയമം ശരിയല്ല. കാരണം നമ്മൾ ഇത്രയും കാലം പോറ്റി വളർത്തിയ മക്കളോട് ഒരു അവസാന നിമിഷം നമുക്കൊരു വാക്ക് ചോദിക്കാൻ കോടതി പോയി നമുക്ക് അനുകൂലമായി വരുന്നില്ല. ഇതെന്ത് നിയമമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? വലിയവർക്ക് നീതി ഒരു നീതി, മറ്റു താഴെയുള്ളവർക്ക് 2 നീതി ഇപ്പോൾ നടക്കുന്നു. നമുക്ക് നീതിയില്ല, നമുക്ക് നീതിയില്ല. ഒരു ദിവസം ഈ ചെക്കൻ്റെ വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാനായിട്ട് വരുമെന്ന് വീട്ടിലേക്ക് പറഞ്ഞപ്പോൾ അവർക്കൊരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി അവിടുന്ന് ഒരു സൗദിയിൽ നിന്ന് വന്നപ്പോൾ ഡ്രസ്സ് കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടി കോടഞ്ചേരി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ മോനെ പോയത്. അപ്പം ഇവള് പറഞ്ഞു, എനിക്കൊരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം മോൻ ചോദിച്ചു, ആരാ നിൻ്റെ ഫ്രണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിപ്പോൾ നീ അവിടെ നിൽക്കുക, അത് നീ കണ്ടിട്ട് എന്തെങ്കിലും വർത്താനം പറയുമ്പോൾ നീ ഇങ്ങ് മാറിയെന്നായി എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ആയിട്ട് വിളിച്ചിട്ട് മാറിയിരുന്നു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഈ മോനെ വിളിക്കുകയാണ്, എടാ വേഗം വാടാ, എനിക്ക് പേടിയാവുന്നു, വേഗം വാടാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവൻ ഓടിച്ചു, എന്താടി വിഷയം എന്ന് വെച്ചിട്ട്. അപ്പം എടാ ആ നിൽക്കുന്നവനാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആരാന്ന് ഇവനോട് ചോദിച്ചു. അത് സാരല്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വേഗം ഇവിടെ വണ്ടി കയറ്റി വേഗം പോരിയതാണ്. അപ്പം വഴിക്ക് ഇവൻ കോടഞ്ചേരി എക്സ്ചേഞ്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവന് എന്താ പന്തിയോ ഉണ്ടോ എന്ന് തോന്നി. പെട്ടെന്ന് ഒരു കാര്യം, ഞാൻ വണ്ടിയെ നിർത്തിയിട്ട് അവൻ ആരാ എനിക്ക് അറിയുമെന്ന് പറഞ്ഞു. അവനെ ഇവള് വണ്ടി നിർത്തിയിട്ട് അവനെ കാണാണ്ട് പോകാൻ നോക്കിയത്. ഇവള് പറഞ്ഞു, നീ പോകണ്ട നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തിരിച്ചും പോരുമ്പോൾ ഇവരുടെ പുറകെ ഇവൻ ബൈക്ക് എടുത്തുകൊണ്ട് ഇവൻ ഇങ്ങനെ പോയിരുന്നു.
അന്നേരമാണ് എൻ്റെ മോനെ ഈ വ്യക്തിനെ അറിയുന്നത്. പക്ഷെ അവൻ്റെ മുഖം പോലും അറിയത്തില്ല. അതായത് അവനിങ്ങനെ ഈ മാസ്ക് വെച്ചതുകൊണ്ട് ആരാന്ന് പിന്നെ അറിയത്തില്ല. ഒരു തടിച്ചിട്ടൊരു മനുഷ്യനാണെന്ന് പറയുന്നു. അതൊന്നും ഇവൻ വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ പറയായിരുന്നു നമുക്ക് പെട്ടെന്ന് എൻ്റെ നടുവിലെടുക്കായിരുന്നു. നമ്മളിത് അറിയുന്നില്ല അതിനെക്കുറിച്ച്. ഇവനത്ര കാര്യമാക്കുന്നില്ല. ഇവനിപ്പോൾ അവളെ ഇഷ്ടപ്പെട്ട ചെക്കനുമായിട്ട് കല്യാണം നടക്കാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം അങ്ങനെ ഒരു വിഷയം ഇല്ലെന്നാണ് ഈ കൊച്ചിന് എത്ര വിവരമുള്ളൂ. 19 വയസ്സാണുള്ളൂ കൊച്ചിന് മോന്. അപ്പോൾ അവനെത്ര ഇത് വന്നിട്ടുള്ളൂ, അവൻ്റെ മനസ്സിലേക്ക് എത്ര പോയിട്ടുള്ളൂ. മോൻ്റെ കൂട്ടത്തിൽ പോയപ്പോൾ ഇവളെ പേടിപ്പിച്ച് എനിക്ക് പേടിയാവുമെന്ന് കൊച്ചിനോട് വേഗം വണ്ടിയായിട്ട് വാടാന്ന് പറഞ്ഞ് വേഗം വണ്ടി കയ്യിൽ പോകുന്നതല്ലാണ്ട് പിന്നെ അവനെ നേരിട്ട് കണ്ടിട്ടില്ല. പോയ 9-ാം തീയതി ഒരു പക്ഷേ അവൾ കണ്ടായിരിക്കും. ആ ദിവസം രാവിലെ ഞാൻ അടുക്കള പണിതെടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കൂട്ടുകാരിയുടെ അമ്മയുടെ അപ്പൻ്റെ ആധാർ കാർഡ് ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ കല്യാണമൊക്കെ അടുത്ത് വരികയാണല്ലോ, ഇനി എൻ്റെ സമയമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ പുറത്തേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പോയി ചോരെ 11:30 ബസ്സുണ്ട് അന്നും പറഞ്ഞ് അവൾ തുണിയൊക്കെ മാറി അവൾ ഇറങ്ങി. എനിക്ക് കോടഞ്ചേരി പള്ളിയിൽ ഒരു വേദപാഠത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ തയ്യപ്പറ അടവയാണ്. അപ്പം അവിടുത്തെ പിള്ളേരെയായിട്ട് എനിക്ക് കോടഞ്ചേരി പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 9:45 ഞാൻ ഇവിടുന്ന് പോയി. ഞാൻ ഈ ക്ലാസ്സിൽ കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഇവിടുന്ന് മമ്മിയോട് പറഞ്ഞിട്ട് പോയി, മമ്മി ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ട് വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മമ്മി പറഞ്ഞു, ബസ് 11 മണി കഴിയൂടി ബസ് വരുമ്പോൾ, നീ എന്തിനാ 10:30 പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ കൂട്ടുകാർ ആരും വരുമെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ അങ്ങോട്ട് പോയി. സംഭവം പോയായിരുന്നു ഞാൻ അറിയുന്നു. ഞാനിങ്ങനെ കോടഞ്ചേരിയിലെ ഞങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഈ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ ചേട്ടൻ എന്നെ വിളിക്കുകയാണ്, ഞങ്ങൾ നാളെ ഒരു 10 പേരും അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ശരി പോരെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ കോടഞ്ചേരി നിന്ന് ഞാൻ വേഗം വീട്ടിലേക്ക് വരികയത്. അപ്പോൾ അവർക്ക് 10 പേരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ അന്ന് ഓശാന ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് അപ്പം തന്നെ അവളെ വിളിച്ചു, ഇങ്ങനെ ഒരു 10 പേര് വരുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ എന്നോട് പറയുന്നത്, അപ്പേ ഞാൻ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ്. ഇവർ വിളിച്ചു, നീ ഹൈലൈറ്റ് മാളിലുണ്ടെന്ന് അവർ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ 10 പേരോളം, അപ്പോൾ നീ വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ വിളിച്ചു കുന്നമ്മക്കൽ, കുറച്ച് കഴിയുമ്പോൾ കുന്നമ്മക്കൽ തെറ്റിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി പണിക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചപ്പം ഞാനങ്ങ് വരുവാന്ന് പറഞ്ഞു. വീട്ടിലെത്താനായി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വരും, നീ താമരശ്ശേരി വരുമ്പോൾ വിളിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വണ്ടിയായിട്ട് വരാം, നമുക്ക് വരാമെന്ന് പറഞ്ഞു. അവൾ ആയിക്കോട്ടെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ ഒരു 6 മണി കഴിഞ്ഞു. 6 മണി കഴിയുമ്പോഴത്തേക്കും കോടഞ്ചേരിക്ക് നല്ല മഴയായി. അപ്പം മൊത്തം ഇരുടായപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും വീട്ടുകാരെല്ലാവരും എൻ്റെ എന്തിയുടെ അവളെ കണ്ടില്ല, അവളെ എന്ത് ചോദിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പേടി വഴി പിടിക്കും. അപ്പം ഞാൻ എൻ്റെ ഇളയ മോള്, അവളെ എറണാകുളത്താണ്, മോളോട് ചോദിച്ചു അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അന്ന് നീ മെസ്സേജ് അയക്കാൻ പറഞ്ഞു. മെസ്സേജ് അയപ്പോൾ അതും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, പപ്പ ഇവളെ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നമ്പർ അവൾക്കുണ്ട് വിളിക്കണമെന്ന് പറയുമ്പോൾ നോക്കിയപ്പോൾ അവൾ പണ്ട് ചേച്ചി എനിക്കൊരു ഫ്രണ്ടിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞു. നമ്പർ വന്നിട്ടുണ്ട്, അത് വിളിച്ച് നോക്കിയപ്പോൾ ഒരു ആണിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം ഇവള് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് വിളി ചോദിച്ചു എൻ്റെ കൊച്ച്. അപ്പം ജോസിനെ എവിടെയാന്ന് വെച്ചു. ജോസിനെ എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജോസിനേക്ക് കൊടുക്കാൻ പറയുമ്പോഴത്തേന് ഇവള് പറയണേ, എന്നെ ഇവർ വിടുന്നില്ലടി എന്നുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ. അതോടി പോകണം അവിടെ നിന്നു. അപ്പം ഞങ്ങൾക്ക് ബലമായ സംശയം ഇവളെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. ആ സംശയമാണ്. അത് ഷീൻ്റെ നമ്പറായിരുന്നു, നമുക്കറിയില്ല. പെട്ടെന്ന് ഞങ്ങൾ ഈ നമ്പർ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ സ്റ്റേഷനിൽ വെച്ച് അവർ റൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ നമ്പറാന്ന് പറഞ്ഞു. പോലീസിൻ്റെ ഭാഗത്ത് നമുക്കൊന്നും കിട്ടില്ല. കാരണം പോലീസ് അന്വേഷിക്കുക കേസ് കൊടുത്ത് FIR കൊടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതി നമുക്ക് കിട്ടില്ല. ഞങ്ങൾ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ പറയുമ്പോൾ അവർ ലൊക്കേഷൻ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടു. സൈബർ സെല്ലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ചില കാര്യങ്ങൾ വേഗം കിട്ടും, ചില കാര്യങ്ങൾ താമസിച്ച് കിട്ടുമെന്ന് അവർ പറയുന്നു. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? പിന്നെ അവിടെ നിന്ന് ഈ CA ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തിരി വർത്തമാനം കൂടെ ഉണ്ടാവുന്നുണ്ട്. രാത്രി 1:30 വരെയൊക്കെ ഞങ്ങൾ സ്റ്റേഷനിലുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് നീതി കിട്ടില്ല. അങ്ങനെയാണ് മുൻ MLA വിളിച്ചപ്പോൾ മുൻ MLA പറഞ്ഞു, ഇവരെ കോടതി ഹാജരാക്കുമ്പോൾ അപ്പനെയും അമ്മയും കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഇവർ അപ്പനെയും അമ്മയെന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് ഉറപ്പ് വന്ന സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് മുൻ MLA ഉറപ്പ് വന്ന. പക്ഷേ ഞങ്ങൾക്കൊന്നും കാണാനൊന്നും അവസരം നിന്നില്ല. പിന്നെ ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ അവർ കോടതി ഹാജരാക്കിയെന്ന് പറഞ്ഞു. 11:30 ആയപ്പോൾ SI ഞങ്ങളെ വിളിക്കുന്നു, അവർ കോടതി ഹാജരാക്കിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഓരോ പണിയൊക്കെ എടുത്ത് നടക്കുന്നവരല്ലേ, നമുക്ക് ഏത് സമയം അങ്ങനെ പോകാൻ പറ്റുമോ? അപ്പം നമ്മൾ പെട്ടെന്ന് ഡ്രസ്സും മാറി വണ്ടി എടുത്ത് അവിടെ ചെന്നപ്പോഴത്തേന് അവർ പോയെന്നാണ് പറയുന്നത്.
സൗദിയിൽ പോയിട്ട് 1 മാസവും 1 വർഷവും 4 മാസം. ഇപ്പം വരാൻ കാരണം കല്യാണം ഏകദേശം ഞങ്ങൾ ഫിക്സ് ചെയ്തു. അവൾ ഇഷ്ടപ്പെട്ട ചെക്കനുമായിട്ട് സ്നേഹത്തിലാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഞങ്ങളോട് വീട്ടിൽ പറയുകയും അങ്ങനെ ഞങ്ങളെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഈ വരുന്ന സമയത്ത് കല്യാണം നടത്തി തിരിച്ചു പോകാൻ വേണ്ടിയാണ് എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കിയത്. അത് വീട്ടിൽ അവതരിപ്പിച്ചിട്ട് ഒരു 2 വർഷം അടുത്തായി. അതായത് ചെറുക്കന് ചേട്ടനാണ് എന്നെ ഇങ്ങനെ, അദ്ദേഹം ഗൾഫിലായിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ നമുക്കത് കല്യാണം നടത്തുകയോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നടത്താം, ഏതാ ഞാൻ ഇത്രയൊക്കെ ഇവിടെ പഠിപ്പിച്ചാൽ നമുക്കൊരു കാര്യം 1 വർഷം ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവൾ സൗദി പോകാൻ അവർക്ക് അവസരം കിട്ടി. അങ്ങനെ ഈ വരുന്ന ഈ ലീവിൽ നമുക്ക് പരിപാടി നടത്താമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. കല്യാണത്തിന് വരുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ചെക്കൻ കാണാൻ വരുമ്പോൾ ചെക്കന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ കൂട്ടത്തിൽ ഒരു ചേച്ചിയാണ്, 12 വർഷമായി സൗദി ജോലിയുള്ള ചേച്ചിയാണ്. പുള്ളിക്കാരത്തേക്ക് അവളൊക്കെ നല്ല പൊന്നുപോയി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ആ ചേച്ചി തന്നെ ഇവൾക്കൊരു ചുരിദാറിന് ഡ്രസ്സ് എടുത്തു കൊടുത്തു. ആ ചുരിദാർ ഇട്ടുകൊണ്ട് വേണം നീ നിന്റെ കല്യാണം കെട്ടാൻ പോകുന്ന ചെക്കനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് കൊണ്ടുപോയി അടുപ്പിച്ചിട്ട് ആ 9-ാം തീയതി വൈകുന്നേരം ഇവിടെ താമസിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ വൈകുന്നേരം പോയി വാങ്ങിക്കൊണ്ടു ആ ഡ്രസ്സ്. അത് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും. ജോത്സന താമരശ്ശേരി കോടതിയിലും ഹൈക്കോടതിയിലും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല അത് ജോത്സന സ്വന്തം മനസ്സോടെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അവൾ സ്നേഹിക്കുന്നു, 5 വർഷമായിട്ട് പ്രണയത്തിലായിരിക്കുന്നു, അവനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നു, അവൾ തന്നെ വീട്ടിൽ അവതരിപ്പിക്കുന്നു, അത് ഉറപ്പിക്കുന്നു. പോകുന്ന ദിവസം പോലും ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുന്നു. അവൾക്ക് അങ്ങനെ ബന്ധത്തിൽ താല്പര്യമില്ല എങ്കിൽ അതിനകത്തുനിന്ന് ഒഴിവാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവൾക്ക് അത് പറഞ്ഞൊഴിവാക്കാം. അവൾ സ്നേഹിച്ചിരുന്ന ചെറുക്കനോട് തന്നെ അവൾക്ക് പറയാം, എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ട്, ഞാൻ ഒഴിവാകുന്നെന്നും പറഞ്ഞ് ഒഴിവാകാം. ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഒഴിവാകാം, എനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്നും പറഞ്ഞു ഒഴിവാക്കാം. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല. പൂർണ്ണ സമ്മതത്തോടെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ വിവാഹത്തിന് വേണ്ടി അവൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വന്നത്. പിന്നെ രണ്ടാമത് ജോസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവളെ വിളിച്ചപ്പോഴുള്ള അനുഭവങ്ങൾ, ഇതിനെല്ലാം ഉപരിയായിട്ട് മറ്റൊരു കാര്യം, ജോയ്സിനെ ഇവിടുന്ന് പോയി 9-ാം തീയതി പോയതിന് ശേഷം ജോയ്സിനെ പൊതുജന മധ്യത്തിൽ വരുന്നത് 12-ാം തീയതിയാണ്. അതായത് ചൊവ്വാഴ്ചയാണ്. ശനിയാഴ്ച പോയി ചൊവ്വാഴ്ചയാണ് അവൾ കോടതിയിൽ ഹാജരാകുന്നത്. ഈ ദിവസങ്ങളിൽ അവൾ എവിടെയായിരുന്നു എന്നതിന് ഇന്ന് വരെ ആരും ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. ആരും ഇന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവളെ ഏതെല്ലാമോ വിധത്തിൽ ടോർച്ചറിങ് ചെയ്യുകയോ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഫലമാണ് അവിടെ ഇന്നും കോടതിയിൽ ഇങ്ങനെയൊരു സ്റ്റാൻഡ് എടുക്കുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് ആണ് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, ഓരോ വീഡിയോകളിലും ഇവളുടെ പ്രത്യക്ഷപ്പെടുന്ന ഓരോ വീഡിയോകളിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തോ ഭയം കിട്ടിയ പോലെയുള്ളൊരവസ്ഥയാണ്. ഞാനിവിടെ നിന്ന് അവളുമായിട്ട് പലപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ജോയ്സിനെ തന്നെയാണ് ഈ വീഡിയോയിലെല്ലാം എനിക്ക് കാണാൻ സാധിച്ചത്. ശനിയാഴ്ച രാവിലെ പായിൽ കൂട്ട് ബെഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഹെഡ്സെറ്റ് വെച്ചാണ് പറയുന്നത്. അപ്പോൾ ആരോടാ പറയുന്നത് നമുക്കറിയത്തില്ല. ഇവള് പറയുന്ന സ്വരം നമുക്ക് കേൾക്കത്തുള്ളൂ. എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക, എൻ്റെ പൈസ എൻ്റെ 3 പ്രാവശ്യം അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഇവള് ഇച്ചിരി മുറ്റമടിക്കും, അവളുടെ തുണിയെല്ലാം നറുക്കിയിട്ടേച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഇച്ചിരി പൈസ പോയി എൻ്റെ തോന്നുന്നു. അപ്പം നമ്മളിപ്പോൾ ഇത്രയൊക്കെ കാര്യമായിട്ടതൊന്നും എടുത്തില്ല, നമുക്കറിയത്തില്ല. നമുക്ക് കൂട്ടുകാരിക്ക് കൊടുത്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കനോട് ഇവള് പറയുമായിരുന്നു. ഞാനൊരു രാഷ്ട്രീയ നേതാവിന് 1 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടെന്ന് ഇവള് പറയുമായിരുന്നു ഈ കെട്ടാൻ പോകുന്ന ചെക്കനോട്. അപ്പോൾ ആ ചെക്കനെ ഞങ്ങൾ ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ചെക്കൻ ഇങ്ങനെ പറഞ്ഞു, ഇവളിങ്ങനെ ഒരു നേതാവിന് ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ പൈസ ഇവള് പോകുന്നതിൻ്റെ 8-ാം തീയതിയും 7-ാം തീയതിയും ഒക്കെ വീട്ടിലെ ഈ കട്ടിലേക്ക് കിടന്ന് പറയുന്നുണ്ട്, എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക, എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്ന നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ പൈസ ഇടുന്ന പൈസ ഇടുന്നില്ല. 2 ദിവസം ഞങ്ങളിവിടെ കേട്ടതാണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഇത് ആരോടടി പൈസ നീ ഇങ്ങനെ പറയുന്നത്? അപ്പം എൻ്റെ കൂട്ടുകാരോട് പറയാമെന്നാണ് ഇവള് പറയുന്നത്. നമുക്കത് അറിയത്തില്ലല്ലോ, ഇയർഫോൺ ചെവി വെച്ചോണ്ടോ, നമുക്കത് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു സംഭവം. ഈ 6 മാസം കൊണ്ട് ഇവൾ അവനുമായിട്ട് ഫോണിലൂടെ ചാറ്റ് ചെയ്തിട്ട് ഇവളുടെ മനസ്സ് ഇവൻ മാറ്റിയെടുത്ത് എന്തോ എടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ അതിൻ്റെ സംവിധാനം കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ.
അപ്പം അവർ അങ്ങനെ ചെയ്ത് ഇവളെ മനസ്സ് മാറ്റി ഒരു സുപ്രഭാതത്തിൽ ഇവൾക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ചുകൊണ്ട് പോയത് തന്നെ 100% ഉറപ്പ്. ഇപ്പോൾ അവളെ കൊണ്ട് ചാനലിൽ വെച്ച് അവർ പറയിപ്പിക്കല്ലേ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. ഒരിക്കലും അല്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയല്ല. അവർ അവളെ പ്രസ് ചെയ്ത് പറയിപ്പിക്കുക. അവളെ അങ്ങനെ ഒറ്റയ്ക്ക് അവൾ ഇറങ്ങിപ്പോയതല്ല. 100% ഉറപ്പുണ്ട്. അവൾ അങ്ങനെ പോയിന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അതായത് ചതി കുടിപ്പോയി, അവൾ ചതി കുടിപ്പോയി. പക്ഷെ തിരിച്ചു കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അതാണ് ഇവള് അവസാനം രണ്ടാമത്തെ കൊച്ചിനോട് പറയുന്നത്, എന്നെ ഇവർ വിടുന്നില്ല എന്ന്. ഇവൻ പറഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു കാര്യം വൈകുന്നേരമായിട്ട് പോവാം, വൈകുന്നേരമായി പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു വെച്ചിട്ടുണ്ടാവും. വൈകുന്നേരമായിട്ടും കാണാതെ നമ്പത്തപ്പോഴേയും അവൾക്ക് വിഷമായി. അന്നേരമാണ് രണ്ടാമത്തെ കൊച്ചിനോട് എന്നെ ഇവള് വിടുന്നില്ല എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾക്ക് സംശയം. കുടുംബത്തിൽ ജോസഫും ഭാര്യ ഉഷിയും 3 മക്കളും പിന്നെ അവരുടെ പ്രായമായ ചാച്ചനും അമ്മയുമാണുള്ളത്. വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. തൊട്ടടുത്ത വീട്ടുകാരെന്ന നിലയിൽ ഞാൻ പലപ്പോഴും എൻ്റെ കൃഷിസ്ഥലത്തൂടെ നടക്കുമ്പോൾ ഈ വീട്ടിലുള്ള സംഭാഷണങ്ങളും ഇവരുടെ സന്തോഷവും എല്ലാം ഞാൻ കാണുകയും അറിയുകയും ചെയ്യുന്നു. വളരെ മാതൃകാപരമായൊരു കുടുംബം എന്ന് മാത്രമേ ഇവർ വിശേഷിപ്പിക്കാൻ പറ്റൂ. അത്ര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നൊരു കുടുംബം. ജോസഫിനാണെങ്കിലും രാവിലെ മുതൽ കഠിനമായി അധ്വാനിക്കുന്നൊരു കൃഷിക്കാരനാണ്. കഠിനമായി അധ്വാനിക്കുന്നു. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നെ ആ മനുഷ്യൻ തിരിച്ചു വരുന്നത് 12 മണിക്ക്. റബ്ബർ സ്ലോട്ടർ വെട്ടി 12 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അല്പം കഞ്ഞി കഴിക്കും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും പിന്നെയും വിശ്രമമില്ല. പശുവിൻ്റെ കാര്യമായി, പറമ്പിലെ കാര്യമായി, കൊക്കോടെ പറിക്കലായി, വാഴനടിയിലായി, അങ്ങനെ വൈകുന്നേരം ഒരു 6 മണി 7 മണി വരെയും പണിയെടുത്ത് ആണ് ഈ മക്കളെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചത്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അപ്പൻ. അപ്പോൾ ഈ കുടുംബത്തിലുണ്ടായ ഈ അത്യാഹിതത്തിൽ അത്യധികമായ ഈ കുടുംബത്തിൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമുണ്ട്. ഇപ്പോഴും എനിക്ക് ആ സങ്കടം മാറിയിട്ടുണ്ട്. അവൾക്കൊരു കബളിപ്പിക്കപ്പെടൽ പെടാതെ ഒരിക്കലും അവൾക്ക് ഈ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാൻ സാധിക്കില്ല. തെറ്റ് അവൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏത് വഴിയിലൂടെയാണെന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ കുടുംബത്തെ വഞ്ചിച്ച മകൾക്ക് പോകാൻ കഴിയില്ല. പിന്നെ എന്ത് പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ അടുത്ത ദിവസമാണ് അറിയുന്നത് 36 വയസ്സുള്ള ഒരു പുരുഷൻ്റെ കൂടത്തിൽ പോകാൻ മാത്രം അത്രയൊന്നും ആ കൊച്ചിന് പറ്റിയിട്ടില്ല. അതാണ് അത്രയും വയസ്സുണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ ഞെട്ടി. അങ്ങനെ ഒരു പോകേണ്ട അവസ്ഥ അവൾക്കില്ല. കാരണം വെച്ചാൽ അത്ര ശമ്പളം മേടിച്ച് നല്ലൊരു ജോലിയുള്ള ചെറുക്കനെ കല്യാണം പറഞ്ഞിരിക്കുന്ന അവൾ അങ്ങനെ ഒരു തെറ്റ് കാണിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ അറിയുന്ന ജോത്സ്യനെ അങ്ങനെ ഒരിക്കലും ഇല്ല. എവിടെ പറ്റി തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കൊന്നും ഈ ഫോണിനെ കുറിച്ചൊന്നും വലിയ അറിവുള്ള ആളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പിള്ളേരെന്ത് കാട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. എതിർത്തൊന്നും സംസാരിക്കുകയില്ല, സ്നേഹത്തോടെ തന്നെയായിരുന്നു പെരുമാറുകയൊക്കെ ചെയ്തിരുന്നു. പോകുന്ന അന്ന് വരെ യാതൊരു കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ്. ഒരു പെരുമാറ്റത്തിൽ ഒരു മാറ്റവും എന്നും കണ്ടില്ല. അവളിൽ നിന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എല്ലാ ദിവസവും ഇവിടെ വീഡിയോ കോളാണ് വിളിക്കുന്നത്, ഫോൺ കോളല്ല, വീഡിയോ കോൾ വിളിക്കും. എല്ലാ 2-3 പ്രാവശ്യം ലീവിനനുസരിച്ച് ഡ്യൂട്ടിയുടെ അനുസരിച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ കാര്യത്തിലും മുന്നോട്ട് തന്നെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്നതനുസരിച്ച് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. പള്ളിയിലും പ്രാർത്ഥിക്കാനൊക്കെ നല്ല മിടുക്കത്തിയാണ്. പ്രാർത്ഥിക്കാനും വീടുകളിൽ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും ഒക്കെ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു. ഞാൻ കണ്ടിടത്തോളം സംസാരിച്ചിടത്തോളം എനിക്ക് വളരെ നല്ലൊരു കുട്ടിയാണ് എന്നൊരു അനുഭവമാണ് ഉണ്ടായത്. കാരണം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. മിക്ക ദിവസങ്ങളിലും ജോസിനിയുടെ ലീവിന് വന്നതിന് ശേഷം മിക്ക ദിവസങ്ങളിലും ജോസിനെയും പള്ളിയിലുണ്ടായിരുന്നു. പള്ളിയിൽ വരുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ആൾക്കാരോടെല്ലാം വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടെ കാണുന്നത്. ജോസിനയുടെ സ്വഭാവം ഒന്ന് ഇവിടെ ഒരു മനുഷ്യനും അങ്ങനെ മോശം രീതി അങ്ങനെ ഇവിടെ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയല്ല. ഇവിടെ നല്ല വിശ്വാസമൊക്കെ ഉള്ള ഇവിടെ പോകുന്നതിന് 2 ദിവസം പാട് സംസാരിച്ചിട്ട് ഇവിടെ പോകുന്നത്. അപ്പോൾ അവൾ അങ്ങനെ ഒരു മോശമായ രീതിയിലേക്ക് ഇത് അങ്ങനെ അവൾ പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ഉച്ചയ്ക്ക് ചെയ്യും, ചിലപ്പോൾ രാവിലെ ചെയ്യും, രാത്രി ചെയ്യും, രാത്രി ചിലപ്പോൾ 2 പ്രാവശ്യങ്ങൾ ചെയ്യും. എന്തെങ്കിലും നിസ്സാര കേസിന് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇവൾ ചാറ്റ് ചെയ്ത് ഇവൾ കുടുങ്ങി പോയതാണ്. പക്ഷേ ഇവനൊരു മുസ്ലിം ആണെന്ന് പോലും അവർക്ക് അറിയത്തുണ്ടാവില്ല. ഇവൻ്റെ പേരങ്ങനെയാണ് ഷിജിൻ എന്ന് പറയുമ്പം ആദ്യം എല്ലാവരും ചിലപ്പോൾ ഒന്നുകിൽ ചേട്ടനോ അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കുന്നത്. ഇപ്പോൾ ഇവനൊരു മുസ്ലിം ആണെന്ന് പോലും ഒരു പക്ഷേ അവർക്ക് അറിയത്തുണ്ടാവില്ല. ഇവിടെ ഏതോ ട്രാപ്പിൽ ഇവൾ കുടുങ്ങിപ്പോയി. പക്ഷെ അതിൽ നിന്ന് ഊരാൻ ഇവർക്ക് സാധിച്ചില്ല. ആ ഊരാൻ വേണ്ടി ഇവൾ വന്നപ്പോഴത്തേന് ഇവനെ ഇവിടെ പൊക്കിക്കൊണ്ട് പോയി. അതാണ് വേറെ ഒന്നുമില്ല. അത് നമ്മുടെ ഇവിടുന്ന് പോകുമ്പോഴൊന്നുമില്ല. സൗദി ചെന്നപ്പോൾ ഒരു വാട്സപ്പിലൂടെ ചാറ്റിങ് നടത്തി കണ്ടതായിരിക്കാം.
അല്ലാതെ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്കറിയത്തില്ല. ഒരു വർഷം 2 മാസം 14 മാസമായി സൗദിക്ക് പോയിട്ട്. 6 മാസത്തിനുള്ളിലാണ് അവരുടെ പ്രണയം എന്നാണ് നമ്മൾ വീഡിയോ ചാനലുകളിലൊക്കെ കേൾക്കുന്നത്. അത് അങ്ങനെ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. എൻ്റെ കൊച്ചിനെ വിളിക്കുന്നത് എനിക്ക് നിങ്ങളെല്ലാവരും കാണണം കൊച്ചിനെ ഇന്നലെ വിളിച്ചിട്ടുണ്ട്. രാത്രി 11:45 കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് സംസാരിച്ചു. ഇവളുടെ വാക്ക് ഞാനും കേട്ടതാണ്. ഇപ്പം അവൾക്ക് 50 തോന്നിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പപ്പേനെ കാണണം, നീ വീഡിയോ കോൾ ഇട്, പപ്പേനെ കാണണം, വീഡിയോ കോൾ ഇട്, കാണണം, മമ്മീനെ കാണണം, ചാച്ചനെ കാണണം, അമ്മേനെ കാണണം, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഒരു വിഷമം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ അപ്പം ഇവനിങ്ങനെ നീ ഞാൻ എൻ്റെ കുടുംബത്തെ കലക്കി പോയതാ ചെടി, നീ എന്തിനാടി ഇനി എന്നെ വിളിക്കുന്നത് ചോദിച്ചോണ്ട് ഇവനൊത്തിരി അവനെ അങ്ങോട്ട് പറഞ്ഞു. രാത്രി 11:45 ഫോണിലൂടെ വാട്സപ്പ് എടുക്കാൻ അവള് പറഞ്ഞു. വാട്സപ്പ് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു നിന്നെ വാട്സപ്പ് ഞങ്ങൾക്ക് കാണണ്ടെന്ന് പറഞ്ഞു. നേരിട്ട് നിനക്ക് എന്താ പറ്റിയത് എന്നാണ് അവൻ പറഞ്ഞത്. നിനക്ക് എന്ത് പറ്റിയെന്ന് എന്നോട് നീ പറയണം. നീ ചതിയപ്പെട്ടതാണോ അല്ലെങ്കിൽ നീ എങ്ങനെ പോയെന്ന്. പക്ഷെ അതിനൊന്നും അവൾ ഉത്തരം തരുന്നില്ല. അവൾ ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ പറയുന്നു, നമ്മളിത് കേൾക്കുന്നു, നമ്മൾ പറയുന്നു ഉത്തരം അവൾക്ക് ഉത്തരം തരാൻ പറ്റുന്നില്ല. അതിന് തൊട്ടടുത്ത് മാറ്റാനിരിക്കുക. നിങ്ങളോട് ഇപ്പോൾ എനിക്കിത് പറയുകയാണെങ്കിൽ ഇനി ഇത് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഇങ്ങനെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ ഉണ്ടാവരുത്. ചതി നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണത്. ഇത് ചതി കുടുങ്ങിപ്പെട്ടു പോയതാ. ചതിപ്പെട്ടു പോയിട്ട് നമ്മൾ പിന്നീട് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജീവിതം പോയി നഷ്ടപ്പെട്ടില്ലേ? കോടഞ്ചേരിയിലെ വിവാദ സംഭവവുമായി ബന്ധപ്പെട്ട ആശങ്കയുണർത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ജോസ്നയുടെ കുടുംബാംഗങ്ങൾ ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ഉറപ്പിച്ചിരിക്കെ വിവാഹത്തിനായി നാട്ടിലേക്ക് വന്ന ജോയ്സിന ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ കാണാതായി? കഴിഞ്ഞ 1 വർഷമായി ജോയ്സ്ന സൗദിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഷിജിനെ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ജോയ്സ്ന നാട്ടിൽ എത്തിയതിനു ശേഷം മാത്രമാകാനേ സാധ്യതയുള്ളൂ. തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ചതി ജോയ്സ്നയുടെ മേൽ വന്നു പതിച്ചിരിക്കുന്നു. മാത്രമല്ല, ജോയ്സ്നയുടെ പിതാവ് പറഞ്ഞതുപോലെ ജോയ്സ്ന നാട്ടിൽ വന്നതിന് ശേഷവും ഈ ഷിജിനുമായി ബന്ധപ്പെട്ട് ചില ഭയം ഉളവാക്കുന്ന ചില പ്രതികരണങ്ങൾ ജോയ്സ്നയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതോടൊപ്പം തന്നെ ഷിജിൻ പൈസ ജോയ്സ്നയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അത് മേടിക്കാനാകണം തീർച്ചയായും ആ ദിവസങ്ങളിൽ ജോയ്സ്ന താമരശ്ശേരി അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് പോയത്. അത്രയും ദിവസം സ്വന്തം ഭവനത്തോടൊപ്പം, സ്വന്തം പിതാവിനെ സ്നേഹിച്ച്, സ്വന്തം അമ്മയെ സ്നേഹിച്ച്, സ്വന്തം കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ജോയ്സ്ന എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഷിജിൻ എന്ന ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രം ഒരു പരിചയം സാധ്യമാകുന്ന ഷിജിൻ എന്ന യുവാവിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? തീർച്ചയായും ഇതിനു പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. കുടുംബാംഗങ്ങൾ പങ്കുവച്ചതുപോലെ തങ്ങളറിയുന്ന ജോസ്ന ഒരിക്കലും ഇത്തരത്തിൽ മാറുകയില്ല. തീർച്ചയായും ഓരോ മാതാപിതാക്കൾക്കും ഇത് വലിയൊരു പാഠം തന്നെയാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമുദായം എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. കഴുകൻ കണ്ണുകളുമായി നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ റാഞ്ചുവാൻ വെമ്പുന്ന കഴുകന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട്. തീർച്ചയായും നമ്മുടെ ജാഗ്രത വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു പാഠം തന്നെയാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി.